ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് എന്ന പ്രദേശത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലാണ്. കേരളത്തിലുടനീളം ഡ്രൈവിംഗ് സ്കൂളുകാരും ജീവനക്കാരും പ്രതിഷേധ സമരത്തിലാണ്. എന്താണ് ഇവരുടെ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്? നിലവിലുള്ള ട്രാക്ക് പോരാ, പുതിയ ട്രാക്ക് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പരിശീലനത്തിന് എന്തു ചെയ്യുമെന്നുള്ള കാര്യത്തിൽ അവർ നെട്ടോട്ടമോടുകയാണ്. യഥാർത്ഥത്തിൽ ട്രാക്ക് കൊണ്ടുവന്നത് ഏത് സിസ്റ്റം അനുസരിച്ചാണ്, ഏത് രീതിയിലാണ്? 1989 നമ്മൾ അമെൻഡ് ചെയ്ത മോട്ടോർ വെഹിക്കിൾ റൂൾസ് അനുസരിച്ച് റൂൾ 15 പറയുന്നത് വണ്ടി മുന്നോട്ടും പിന്നോട്ടും എടുക്കുന്നതിന് മാത്രമുള്ള ഒരു പരിശീലനം വേണമെന്നും മുന്നോട്ടും പിന്നോട്ട് പോകുന്ന സമയത്ത് വശങ്ങളിലേക്ക് തിരിക്കാനുള്ള കഴിവുണ്ടാകണമെന്നും മാത്രമാണ്, ഇത് പരിശോധിക്കണമെന്നും മാത്രമാണ് പറയുന്നത്. അത് പോരെന്ന് മനസ്സിലാക്കിയ മോട്ടോർ വാഹന വകുപ്പ് 1997 പുതിയൊരു സിസ്റ്റം കൊണ്ടുവരികയും നിലവിൽ വരികയും ചെയ്തു. നമ്മൾ പറയുന്ന രീതിയിലുള്ള ബോക്സ് പാർക്കിംഗ്, സിക്സാക് ഡ്രൈവിംഗ് എന്നിവയെല്ലാം ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ടാണ് ആ ട്രാക്ക് നിലവിൽ ട്രാക്ക് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനായി കൊണ്ടുവന്നത്. അപ്പോൾ സ്വാഭാവികമായും മറ്റു സന്ദർഭങ്ങളിൽ, അത് റോഡിലേക്ക് പോകുന്ന സമയത്തൊക്കെ അവർക്ക് ടേൺ എടുക്കാനും അതുപോലെ തന്നെ കയറ്റം കയറുന്നതിനും എല്ലാം വേണ്ട പരിശീലനം നടക്കുന്നുണ്ടെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ അവകാശപ്പെടുന്നത്. മാത്രവുമല്ല, ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൃത്യമായി ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മന്ത്രി പറഞ്ഞതുപോലെ ഇവിടെ വന്ന് ഈ ടെസ്റ്റിൽ പങ്കെടുക്കുന്നവരെല്ലാം പാസ്സാകുന്നില്ല. അവർ ന് ഫെയിലാകുന്നു, റോഡിന് ഫെയിലാക്കുന്നു. ഇതെല്ലാം സംഭവിച്ചിട്ട് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം, 50% താഴെ ആളുകൾ മാത്രമേ ഇവിടെ പാസ്സാവുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം വളരെ കാര്യക്ഷമമായി ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന, വളരെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. നമുക്കിവിടെ ട്രാക്കിൽ ബോക്സ് പാർക്കിംഗ്, സിക്സാക് ഡ്രൈവിംഗ് എന്നിവയെല്ലാം നമുക്ക് കാണാം. ഡ്രൈവിംഗ് സ്കൂളുകാർ പറയുന്നത് അവരാണോ ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന അപകടങ്ങൾക്ക് കാരണം ഒരാൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അപകടത്തിൽപ്പെടുന്നില്ല. അയാളുടെ എക്സ്പീരിയൻസ്ഡായി അയാൾക്ക് ഓവർ കോൺഫിഡൻസ് വന്നു കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ കോൺഫിഡൻസ് എത്തിയതിന് ശേഷമാണ് അവർ അപകടത്തിൽപ്പെടുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് നേടി ഒരു 15 വർഷത്തിന് ശേഷം ഒരാൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു ഡ്രൈവിംഗ് സ്കൂളുകാരൻ്റെ പെടലിക്ക് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മളൊക്കെ അറിയാം, കേരളത്തിലെ MLA-മാർ, MP-മാർ, ജനപ്രതിനിധികൾ, ഒപ്പം നമ്മുടെ ഉദ്യോഗസ്ഥർ, അവരുടെ മക്കളുടെ മക്കൾ എല്ലാം ലൈസൻസ് എടുത്തത് ഈ രീതിയിലാണ്, ഇതേ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. അവരെല്ലാം അപകടത്തിൽപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അപകടത്തിന് പ്രധാന കാരണങ്ങളായിട്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ശരിയായ രീതിയിൽ എൻഫോഴ്സ്മെൻ്റ് ഇല്ല, റോഡുകളുടെ അഭാവമുണ്ട്. ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഏറ്റവും വലിയ ആശങ്ക ഈ പുതിയ സംവിധാനം വരുന്നതോടുകൂടിയിട്ട്, പുതിയ ട്രാക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് സ്ഥലം വേണം ആ ട്രാക്ക് ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ. മാത്രമല്ല, ഒരു ട്രാക്ക് മാത്രം മതിയോ? ഈ ഡ്രൈവിംഗ് സ്കൂളുകാർക്കൊക്കെ പരിശീലനം നടക്കണ്ടേ? എങ്കിലല്ലേ അവർ ഈ ടെസ്റ്റ് ട്രാക്കിൽ കൊണ്ടുവന്ന് യഥാർത്ഥത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൊരു കുട്ടിയെ. അപ്പോൾ അവരെല്ലാം ആശങ്കയിലാണ്. ഏകദേശം കേരളത്തിൽ വരുന്ന 5000-ലധികം വരുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന 1,00,000-ലേറെ ജീവനക്കാരും ഇപ്പോൾ ആശങ്കയിലാണ്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ ആശങ്കയ്ക്ക് കാരണം? റോഡ് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറും അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയിട്ടുള്ള 4/2024 സർക്കുലർ പ്രകാരവും ഡ്രൈവിംഗ് ടെസ്റ്റ് വരുന്നത് സംബന്ധിച്ച് നമുക്ക് വളരെയേറെ ആശങ്കകളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, നമ്മൾക്ക് സ്വന്തമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ കേരളത്തിലുടനീളം ഇല്ല. വളരെ അപൂർവമാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കീഴിലുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം
ഓരോ ആരാധനാലയങ്ങളിലോ അല്ലെങ്കിൽ പള്ളികളിലോ അല്ലെങ്കിൽ പുറംപോക്കുകളിലോ ഒക്കെ 8 ട്രാക്കുകളും 8 ട്രാക്കുകളും വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കയറിയിട്ട് പുതിയ രീതിയിലുള്ള ട്രാക്ക് സംവിധാനം ചെയ്യാനായിട്ട് എന്തായാലും അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ മാത്രം ട്രാക്ക് വരുമ്പോൾ നമുക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യം, ഇപ്പോൾ കാക്കനാട് എറണാകുളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1 ഇഞ്ച് ഭൂമി പോലും വെറുതെ കിടക്കുന്നില്ല. ഇതെല്ലാം നമുക്ക് സാമ്പത്തിക ബാധ്യതകളാണ് ഏറെയും വരുന്നത്. കാരണം കാക്കനാടിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സ്ഥലം എടുക്കുന്നെങ്കിൽ അതിന് തന്നെ നല്ലൊരു എമൗണ്ട് നമുക്ക് തുകയായിട്ട് അവർക്ക് കൊടുക്കണം. സ്ഥലം നമ്മൾ ലീസിനെടുക്കണമെങ്കിൽ തന്നെ, അതിൽ ട്രാക്ക് നിർമ്മിക്കണമെങ്കിൽ തന്നെ നമുക്ക് പ്രാക്ടീസിന് ടെസ്റ്റിന് എന്തായാലും അവർ അനുവദിക്കത്തില്ല. അവർ ട്രാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ എറണാകുളം കാക്കനാട് MVDയുടെ സ്ഥലം ഒരു 84 സെൻറ്റ് സ്ഥലത്തോളം ഇവിടെ നമ്മുടെ കളക്ട്രേറ്റിൻ്റെ അടുത്തുണ്ട്. അവിടെ അവർ ട്രാക്ക് ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് പ്രാക്ടീസ് അനുവദിക്കില്ല. നമ്മളിവിടെ 78ഓളം ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്. അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണത്. കാരണം ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയതിന് ശേഷമാണ് ഒന്ന് അവർ സാമ്പത്തികമായിട്ട് ഒരു ഇതിൽ ചെറിയൊരു ഇതിലേക്ക് വരുന്ന സമയത്താണ് പെട്ടെന്ന് നമുക്കിത് ചെയ്യുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം നല്ല രീതിയിൽ തന്നെ ഡ്രൈവിംഗ് സംസ്കാരം വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരാണ്. ഇപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറയുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് നമ്മളെ സംബന്ധിച്ച് വലിയ ആശങ്കയിലേക്ക് വരുന്നത്. 1 മാസം കൊണ്ടൊക്കെ നമ്മൾ സ്ഥലം കണ്ടെത്തി ട്രാക്ക് നിർമ്മിച്ച് ഇവർക്ക് പ്രാക്ടീസ് കൊടുത്ത് എങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി ഇപ്പം മെയ് മാസം തന്നെ ഏകദേശം ഒരു 20-ാം തീയതി 22-ാം തീയതി വരെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് എടുത്തിട്ടുണ്ട്. അത് ഡേറ്റും അത് തന്നെ എറണാകുളത്തെ സംബന്ധിച്ച് വളരെയേറെ പ്രതിസന്ധിയാണ്. 150ഓളം ഒരു ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് 30 പേർക്ക് മാത്രമാക്കി ചുരുക്കിക്കൊണ്ട് ഇത്രയും ഇൻഫോ പാർക്കും അതുപോലെ തന്നെ സെസ്സും ഏറ്റവും കൂടുതൽ ആളുകൾ പുറത്ത് ജില്ലകളിൽ നിന്നും പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്ന് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെയേറെ ആശങ്ക അവർക്കുമുണ്ട്, ഞങ്ങൾക്ക് ഡ്രൈവിംഗ് സ്കൂളുകാർക്കുണ്ട്. ഞങ്ങൾ സാമ്പത്തികപരമായിട്ട് തകർക്കുന്ന ഒരു രീതിയാണ് പെട്ടെന്ന് കൊണ്ടുവന്നത്. ഇത് കുറച്ച് സമയം സാവകാശം തന്നിരുന്നെങ്കിൽ വളരെ നന്നായിട്ട് നമ്മളെല്ലാവരും ഡ്രൈവിംഗ് സ്കൂളുകാരെല്ലാവരും സഹകരിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ പോകുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ പൊതുജനത്തിനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം ഒഴിവായി നല്ല രീതിയിലുള്ള ഒരു റോഡ് സംസ്കാരം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് H ട്രാക്കിലാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന തന്നെ Hൽ തന്നെ സിക്സാഗും അതുപോലെ തന്നെ ബോക്സ് പാർക്കിംഗ് ഒക്കെ ഉൾപ്പെടെ വരുന്നുണ്ട്. കൂടാതെ തന്നെ റോഡിലിപ്പോൾ എറണാകുളത്തെ സംബന്ധിച്ച് റോഡ് ടെസ്റ്റിൻ്റെ സമയത്തും ഈ ഗ്രേഡിയൻറ്റ് ചെയ്യിച്ച് തന്നെയാണ് ഇവിടെ ടെസ്റ്റ് നടക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നുണ്ട്. കാരണം ഇവിടെ 120 പേരോളം ഒരു ദിവസം വരുന്നുണ്ടെങ്കിൽ തന്നെ 50-നും 60-നും ഇടയ്ക്ക് ആളുകൾ മാത്രമാണ് ഇവിടെ ജയിക്കുന്നത്. അത് നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജയിക്കാൻ സാധിക്കൂ എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണത്. 50%, ഏകദേശം ഒരു 50% മാത്രമാണ് ഒരു ദിവസം ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ വിജയിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എറണാകുളത്തെ സംബന്ധിച്ചും അല്ലെങ്കിൽ തന്നെ കേരള സമൂഹത്തെ സംബന്ധിച്ചും പെട്ടെന്നൊരു തീരുമാനം നടപ്പിലാക്കുന്നതിൽ വലിയ ആശങ്കയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തകർക്കുന്ന രീതിയിലേക്കാണ് ഇത് വരുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്.